ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാസറിൻ്റെ ശനിയാഴ്ച എന്നതാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ വായിച്ചു കേൾക്കുന്നതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളാണ്. ബേഥാന്യ ഒലിവുമലയുടെ കിഴക്കേ ചരിവിൽ യെരുശലേമിൻ്റെ 2 മൈൽ ദൂരെയായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ബേഥാന്യയിലെ ലാസറും സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന് പ്രിയപ്പെട്ടവരായിരുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗവും ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള ഭാഗവും വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ലാസറിന്റെ മരണത്തിൽ വിലപിക്കുന്നവരായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നതിനാലും 11:19 പറയുന്നു, മറിയ യേശുവിന്റെ പാദത്തിൽ വിലയേറിയ സുഗന്ധതൈലം പൂശിയതിനാലും. യോഹന്നാൻ 12:3 ലാസറിന്റെ കുടുംബം സമ്പന്നമായിരുന്നതായി കരുതപ്പെടുന്നു. യേശുവിന്റെ അസാന്നിധ്യത്തിൽ ലാസർ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ യേശു പറഞ്ഞു, ഈ ദിനം മരണത്തിനായിട്ടല്ല, മനുഷ്യപുത്രന്റെ മഹത്വത്തിനായി വേണ്ടിയിട്ടാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. യോഹന്നാന്റെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം. ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. 11:15 ദൈവീക പദ്ധതിയിൽ പല കാര്യങ്ങളും നിശ്ചിത സമയത്ത് സംഭവിക്കുന്നു. അതിനാൽ ദൈവം പ്രവർത്തിക്കുന്ന സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് നമ്മളെ ഈ വേദഭാഗം ഉദ്ബോധിപ്പിക്കുന്നു. ലാസറിന്റെ ഭവനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് വിശുദ്ധ തോമാസ് ശ്ലീഹ സഹ ശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യോഹന്നാൻ 11:16 അത് തോമാസ് ശ്ലീഹായുടേത് തന്നെ. രക്തസാക്ഷിത്വത്തിന്റെ ഒരു പ്രവചനവും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ മരണം വരിക്കുന്ന പാത തിരഞ്ഞെടുക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ലാസറിന്റെ ഭവനത്തിലെത്തിയ യേശുവിനോട് മാർത്തയും മറിയയും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് വേദഭാഗം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യോഹന്നാന്റെ 11-ാം അധ്യായം 21-ാം വാക്യവും 32-ാം വാക്യവും നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നുവെന്ന് മാർത്ത പറഞ്ഞു. 11:22 എന്നാൽ മാർത്തയ്ക്ക് അന്ത്യവിധിയുടെ നാളിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രത്യാശ ഉണ്ടായിരുന്നെങ്കിലും 11:24 മരിച്ച് 4-ാം നാൾ ഉയർപ്പിക്കുമെന്ന് വിശ്വാസമില്ലായിരുന്നു. 11:39 അതുകൊണ്ടാണ് മാർത്ത പറയുന്നു, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ, ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ല എന്ന വസ്തുത പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ് എന്ന് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാകും. ലാസറെ പുറത്തു വരിക എന്ന ആഹ്വാനത്താൽ ലാസറിനെ ജീവനുള്ളവനായി അവരുടെ മുമ്പിൽ നിർത്തി. യോഹന്നാൻ 11:43 4 ദിവസമായല്ലോ എന്ന പരാമർശം റാബിമാരുടെ ഒരു അഭിപ്രായത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മാവ് വേർപെട്ട ശരീരത്തിന് സമീപം തങ്ങുന്നുവെന്നും 4-ാം ദിവസമായാൽ ആത്മാവ് ശരീരത്തോട് ചേർന്ന് ജീവനിലേക്ക് വരുമെന്ന പ്രതീക്ഷയില്ല എന്നാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കുന്ന ചില ചിത്രത്തിലും സമീപം നിൽക്കുന്നവർ ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്തിയിരിക്കുന്നതായി നമുക്ക് കാണുകയും ചെയ്യാം. ലാസറിന്റെ ശനിയാഴ്ച സന്ധ്യയിൽ പ്രമിയോനിൽ ലാസറിനെ മരിച്ചതിൻ്റെ 4-ാം നാളിൽ തൻ്റെ അധികാരത്താൽ ഉറക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച പ്രകാരം അന്ത്യനാളിൽ ആദാമിൻ്റെ മക്കളെയെല്ലാം തൻ്റെ ജീവനുള്ള ശബ്ദത്താൽ ഉയർപ്പിക്കുമെന്ന് കാണിച്ചവനായ തനിക്ക് സ്തുതി എന്നും, ലാസറിന്റെ കബറിനെ പറ്റി അവൻ എവിടെ വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് നീ ചോദിച്ചത് ആദിയിൽ ആദമേ നീ എവിടെയാകുന്നുവെന്ന് ചോദിച്ചതിനെ പുതുതായി ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്നും ശതറായിൽ ധ്യാനിക്കുന്നുണ്ട്. നിദ്ര പ്രാപിച്ചവരെല്ലാം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. യെഹെസ്കേൽ
37 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു മാർത്തയോട് ചോദിച്ചു. യോഹന്നാൻ 11:26 പറയുന്നു. ഈ ചോദ്യം മാർത്തയോട് മാത്രമുള്ള ചോദ്യമല്ല, പ്രസ്തുത ഓരോ വിശ്വാസിയോടുമുള്ള ചോദ്യമാണ്. നമ്മൾ ഐതിഹ്യത്തിലേക്ക് പോകുമ്പോൾ എപ്പിഫാനിയോസിന്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന് 30 വയസ്സ് ആയിരുന്നു. ലാസർ വിശുദ്ധ പത്രോസ്ലിഹായെ സിറിയയിലേക്ക് അനുഗമിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു പാരമ്പര്യം അനുസരിച്ച് ലാസറിനെയും